നമസ്കാരം. നമ്മുടെ നാട്ടില് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടിച്ചു പിടിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ട്. ഈ കടിച്ചു പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കാണുമ്പോൾ, പ്രത്യേകിച്ച് അന്യമതസ്ഥരെ കാണുമ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവർക്ക് അങ്ങോട്ട് പറ്റത്തേയില്ല. അവർക്കങ്ങ് എന്താ പറയുന്ന അസഹിഷ്ണുത നിറഞ്ഞ് എങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കണം എന്നാലോചിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഈ സംസ്കാരം ദിവസം ചെല്ലുന്തോറും താഴോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവർക്ക് സംസ്കാരമേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവര് നാഴിക്ക് 40 വട്ടം അന്തസ്, സംസ്കാരം ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംസ്കാരമാണെന്ന്. ഒരു സംസ്കാരവും ഇല്ല. അന്യമതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്കത് തിരിച്ചു പറയാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇതുപോലത്തെ പരിപാടി കാണിക്കും. ഇത് ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അൻസാരി ഉസ്താദിനെ. നമുക്ക് ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങൾ, അയാളുടെ ആശയത്തോട്, ഐഡിയോളജിയോട്, വിശ്വാസത്തോട് ഒക്കെ നമുക്ക് എതിർപ്പുണ്ടാകും. നമ്മളിപ്പം എല്ലാവരും പറയുന്നത് അംഗീകരിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് എതിർപ്പുകൾ കാണും, വിയോജിപ്പുകൾ കാണും. ഈ എതിർപ്പുകളും വിയോജിപ്പുകളും രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? വാക്കുകളിലൂടെയാണ്. ഒരാൾ വാക്കുകളിലൂടെയാണ് ഒരു കാര്യം പറയുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു വാക്കുകളോട് എതിർപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വാക്കുകളിലൂടെ ഉപയോഗിക്കാം. നമുക്ക് എഴുതി ഇടാം. അങ്ങനെയാണ് ഒരു എന്താ ഹെൽത്തി രീതിയിൽ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം ഒരു വ്യക്തിയെ. നമുക്ക് വിമർശിക്കാനൊക്കെയുള്ള അധികാരമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ആശയ സ്വാതന്ത്ര്യമുണ്ട്. ഇത് പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൂട്ടുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തിയെ ബോഡി ഷെയിം ചെയ്യുവാണ്. ഒരു വ്യക്തിയുടെ ആ ഒരു ഇമേജിലേക്ക് ഒരു മൃഗത്തിന്റെ രൂപം എടുത്തിട്ടിട്ട് ആ വ്യക്തിയെ മൊത്തത്തിൽ ബോഡി ഷെയിം ചെയ്യുവാണ്, മൊത്തത്തിൽ അപമാനിക്കുകയാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഈ രീതിയിൽ അപമാനിക്കാൻ ഒരാൾക്കും അവകാശമില്ല. നമ്മുടെ നാട്ടില് എല്ലാവരും പറയുന്ന കാര്യമാണ്, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പൊ സ്വാതന്ത്ര്യം കൂടിപ്പോയതിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലത്തെ തോന്നിവാസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചാണക്യ ന്യൂസ് TV എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലാണ് ഇത്തരം ഫോട്ടോകൾ വരുന്നത്. ഇപ്പൊ നിരന്തരം ഈ പോസ്റ്റ് ഇടുവാണ്. പല രൂപത്തിലും ഭാവത്തിലും ഇതേ വ്യക്തിയുടെ തന്നെ പല രൂപത്തിലും ഭാവത്തിലും ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. തോന്നിവാസം അല്ലേ? ഇപ്പൊ അൻസാരി ഉസ്താദ് പറയുന്ന കാര്യങ്ങളോട് എതിർപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്താം. അദ്ദേഹം പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, ഈ രീതിയിൽ രേഖപ്പെടുത്താമല്ലോ. പുള്ളിയും അതേ രീതിയിലാണ് ചെയ്യുന്നത്. പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുന്നു. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പറയാം. എതിർപ്പുകളും തെറ്റുകളും മിസ്റ്റേക്കും ഒക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും ഒക്കെയുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ എങ്ങനെ ചൂണ്ടിക്കാണിക്കണം, എങ്ങനെ നേരായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യണമെന്ന് അറിയാത്ത ഇതുപോലെയുള്ള ഭീരുക്കള് ഇത്തരം തോന്നിവാസം കാണിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കണം, വിയോജിപ്പുണ്ടാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലണം. എല്ലാവരുടെയും വിഷയം മതമാണ്. ഈ മതം കൊണ്ട് എന്തുവാണ് നേടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാലം അങ്ങോട്ട് പുരോഗമിച്ചു പോകും തോറും ചില ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ താഴോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. മതമാണ് വിഷയം. മതവെറി കൂടി മതവിളകി ജീവിക്കുകയാണ്. ഈ ആനകളെയൊക്കെ കണ്ടിട്ടില്ലേ? അവർക്ക് പിന്നെ നാച്ചുറൽ ആണെന്ന് പറയാം. അവരുടെ ശരീരത്തിലുള്ള ഒരു പ്രക്രിയ കൊണ്ട് അവർക്ക് മതവിളകി കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, അവർക്ക് അറിയത്തില്ല, ചുറ്റുവട്ടൊന്നും അറിയത്തില്ല. അത് നമ്മൾ കാരണമാണ് അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. എന്നാൽ മനുഷ്യന്മാർക്ക് മതവിളകിയാലോ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടും. ഇതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഒരു സമൂഹത്തിൽ മുഴുവൻ വേർതിരിവ് ഉണ്ടാക്കുകയാണ്. ഒരു സമൂഹത്തിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മതപരമായ ആശയങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് വിയോജിപ്പുകൾ ഉണ്ടാകാം. അത് നേരായ രീതിയിൽ അവതരിപ്പിക്കുക. ഈ സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നേരായ മാർഗത്തിലൂടെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. എല്ലാം നല്ലതാണ്. ഇപ്പം അധികമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണെന്ന് കേട്ടിട്ടില്ലേ? എന്തൊരു കാര്യമായിക്കോട്ടെ, ഈ ലോകത്ത് 100% പ്യുവർ ആയിട്ടുള്ളതും അൺപ്യുവർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം അധികമായി കഴിഞ്ഞാൽ വിഷമാണ്. ഇതേ ഒരു സിമിലർ സംഭവമാണ് ജാർമണിയുടെ കേസിൽ നിങ്ങൾ കണ്ടതായിരിക്കും. ജാർമണി അതിനുശേഷം ഭയങ്കരമായിട്ട് കരഞ്ഞ്, ഞാൻ എല്ലാവരോടും സോറി പറഞ്ഞതല്ലേ, എന്റെ വായിൽ നിന്ന് വന്ന വാക്കല്ലേ എന്ന് പറഞ്ഞ് കരയുന്നത് കണ്ടു. അത് കരഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നു. ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിലും കരഞ്ഞപ്പോൾ എനിക്ക് വിഷമം വന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജാർമണി ചെയ്ത തെറ്റെന്തായിരുന്നു? അതായത് പ്രധാനമന്ത്രിയെ മോശക്കാരനായിട്ട് പറയാണ്. അതും പ്രധാനമന്ത്രി ക്രിട്ടിസൈസ് ചെയ്യല്ല, പ്രധാനമന്ത്രിയുടെ പോളിസികളിലോ അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെയോ ക്രിട്ടിസൈസ് ചെയ്യല്ല. ജാർമണി ചെയ്തത് അദ്ദേഹത്തിന്റെ അമ്മയെയും അദ്ദേഹത്തിന്റെ പിതൃത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്ത് വെറും തോന്നിവാസം പറഞ്ഞു. തോന്നിവാസം എല്ലാം പറഞ്ഞതിന് ശേഷം കേസായപ്പോ അയ്യോ രക്ഷിക്കണേ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, എന്റെ വാക്കല്ലേ. അല്ല, നമ്മുടെ വാക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്ന ഇതുപോലെയുള്ള പ്രവർത്തികളാണെന്നുണ്ടെങ്കിലും അത് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്.
ഒരുപാട് ആൾക്കാർ അത് അനുകരിക്കാൻ ശ്രമിക്കും. ഈ സംസ്കാര സമ്പന്നർ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് അത്യുന്നതയിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം തോന്നിവാസങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ രാജ്യം എങ്ങനെയാണ് ഈ രീതിയിൽ യൂണിറ്റിയോടെ പോകുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് പോലും അത്ഭുതമാണ്, മറ്റു രാജ്യത്തുള്ളവർക്ക് പോലും അത്ഭുതമാണ്. കാരണം മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ സിവിൽ വാർ പോലെയുള്ള സംഭവങ്ങൾ വരും. ഈ സിവിൽ വാർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സിവിലിയൻസിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മുടെ നാട്ടില് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എവിടെങ്കിലും ഒരു തീപ്പൊരി വീണാൽ മതി, പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അതില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാര്, ഇപ്പം മതപണ്ഡിതർക്കും അതിൽ വലിയൊരു പങ്കുണ്ട്, മതപണ്ഡിതരായിട്ടുള്ള ആൾക്കാർക്കും അതിൽ വലിയൊരു പങ്കുണ്ട്. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുന്ന ഒരു സമൂഹത്തില് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് മതം. മതം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണ്. ഫേസ്ബുക്കും യൂട്യൂബിലും ഒക്കെ ചില ആൾക്കാരെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും ഇവരെന്തോത്തിന് വേണ്ടിയിട്ട് ഇത് തുറന്നു വെച്ചേക്കുകയാണെന്നുള്ളത്. ഓക്കെ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ വിമർശിക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ചാനൽ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്നെ ഭയങ്കര ഇതായിട്ട് പറയുമല്ല, ഞാൻ വിമർശിക്കാത്തത് ആരെയില്ല. ഞാൻ എല്ലാ മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും വിമർശിച്ചിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയും വിമർശിച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി വിമർശിക്കുമ്പോൾ എനിക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ പൈസ തന്നതാണോ എന്നും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും വിമർശിക്കാറുണ്ട്. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരിക്കലും ഒരു സൈഡിലോട്ട് വലിവുള്ളവരായിരിക്കരുത്. നമ്മളെപ്പോഴും സെൽഫ് സെൻട്രഡ് ആയിരിക്കണം, ഒരു നടുക്ക് നിൽക്കുന്നവരായിരിക്കണം. നമുക്ക് വിമർശിക്കാം, നേരായ രീതിയിൽ വിമർശിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ദോഷമായിട്ട് മാറരുത്. സ്വാതന്ത്ര്യം ഇത്രയും തന്നിട്ടുണ്ടല്ലോ എന്നുള്ളത് നമ്മളത് ഒരിക്കലും അത് പാഴാക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ആശയ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ രീതിയിലും നമുക്ക് ഈ രാജ്യത്ത് മതത്തിന് ഏത് രീതിയിലുള്ള മതവിശ്വാസങ്ങളും ഫോളോ ചെയ്യാനും നമുക്ക് ഇഷ്ടമുള്ള വിശ്വാസങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസം നമുക്ക് ശരിയാണ്, പക്ഷെ മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. അപ്പൊ മറ്റൊരാളുടെയൊക്കെ അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങളിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പൊ അൻസാരി ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് തെറ്റാണ്, ആ പറഞ്ഞത് ശരിയായില്ല. ഇത് കൊരങ്ങന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൊരങ്ങന്മാരിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നവരാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏറ്റവും എനിക്കൊന്ന് മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഇതാണ്, കൊരങ്ങന്മാരിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നവരാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൊരങ്ങന്മാരാണ്, നമ്മുടെ പൂർവികന്മാരെല്ലാം കൊരങ്ങന്മാരായിരുന്നു. അല്ല ആരും അങ്ങ് വലിയൊരു ജനറ്റിക്കലി ഭയങ്കര മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വർഗത്തിൽ നിന്ന് ജനിച്ചു വന്നവരൊന്നും അല്ല. എല്ലാവരും കൊരങ്ങന്മാരിൽ നിന്നാണ് വന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത്. പല തിയറീസ് ഉണ്ട് അതിനെ പറ്റിയിട്ട്, മനുഷ്യന്റെ ഇവല്യൂഷനെ പറ്റിയിട്ട് ഒരുപാട് തിയറീസ് ഉണ്ട്. ഒരു മനുഷ്യന്റെ ഇത് വെച്ചിട്ട് അത് പറയുന്ന അതിലൂടെ ഉദ്ദേശിച്ചത് എന്താ, പുള്ളി കറുത്തതാണ്, പുള്ളിയുടെ മുഖം അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഏകദേശം ഇതേ രീതി തന്നെ. എല്ലാവരുടെയും മുഖം ഒന്ന് മോഡിഫൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊരങ്ങന്മാരുടെ കൂട്ടായി പോകും നമ്മൾ. വലിയ സൗന്ദര്യമുള്ളവരും വലിയ നിറവുള്ളവരും സംസ്കാര സമ്പന്നരും, ഇതാണ് സംസ്കാര സമ്പന്നരുടെ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സംസ്കാരമായിപ്പോയി. ഇങ്ങനത്തെ സംസ്കാരമൊന്നും സ്വന്തം മക്കളെ പഠിപ്പിക്കാതിരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മുടെ മക്കളും ഈ ഒരു സംസ്കാരം കണ്ടിട്ടാണ് വളരുന്നത്. ഇത് സംസ്കാരമല്ല, ഇത് അന്തസ്സില്ലായ്മയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല, തോന്നിവാസമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തസ്സില്ലായ്മയും തോന്നിവാസവും സമൂഹ മാധ്യമങ്ങളിലൂടെ അങ്ങ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നതോ ഞങ്ങൾ അത്യുന്നതരാണ് അല്ലെങ്കിൽ ഞങ്ങൾ സംസ്കാര സമ്പന്നരാണെന്ന്.